നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. എല്ലാവരുടെയും പരാതികളിൽ തീരുമാനമുണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും അദാലത്ത് കോട്ടയം ജില്ലയിൽ തുടരുന്നു. തൃക്കാർത്തിക പ്രഭയിൽ കുമാരനെല്ലൂർ ദേവീക്ഷേത്രം. തൃക്കാർത്തിക തൊഴുത് ആയിരങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിലെ നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന് മുൻ എം.പി. ഡോക്ടർ പി.കെ. ബിജു. എം.ജി. സർവകലാശാല സംരക്ഷണ സംഗമം കോട്ടയത്ത്. വിവിധ ആവശ്യങ്ങളുമായി എ.ഐ.ടി.യു.സിയുടെ തൊഴിലാളി പ്രക്ഷോഭ ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തി. ഇടതുപക്ഷ നയവ്യതിയാനം തൊഴിലാളി വിരുദ്ധമെന്ന് എ.ഐ.ടി.യു.സി സംസ്ഥാന സെക്രട്ടറി കെ.പി. രാജേന്ദ്രൻ. വാർത്തകൾ വിശദമായി. കരുതലും കൈത്താങ്ങും മീനച്ചിൽ താലൂക്ക് തല അദാലത്ത് നടന്നു. എല്ലാവരുടെയും പരാതികളിൽ തീരുമാനമുണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. എല്ലാവരുടെയും പരാതികളിൽ അനുകൂലമായ തീരുമാനമുണ്ടാവുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. താലൂക്ക് തലത്തിൽ ജനങ്ങളുടെ പരാതികളും അപേക്ഷകളും തീർപ്പാക്കാനായി മന്ത്രിമാർ പങ്കെടുത്തു നടത്തുന്ന കരുതലും കൈത്താങ്ങും മീനച്ചിൽ താലൂക്ക് പരാതി പരിഹാര അദാലത്ത് പാലാ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അദാലത്തുകളിൽ പരാതികൾ കുറഞ്ഞു വരുന്നത് പരാതികളിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ടാണെന്ന് മന്ത്രി പറഞ്ഞു. രണ്ടാം ഘട്ടം മേഖലാടിസ്ഥാനത്തിൽ നടത്തിയ പരാതിയും ഒട്ടുവളരെ പരിഹാരം കഴിഞ്ഞു. ഈ പ്രാവശ്യം കോട്ടയം താലൂക്കിലും മിക്ക താലൂക്കിലും കഴിഞ്ഞു. കിട്ടിയിടത്തോളം പരാതികൾ തീർത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് കിട്ടുന്ന പരാതിയെല്ലാം 15 ദിവസത്തിനുള്ളിൽ അവരവർക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ പരാതി പരിഹരിച്ച് മറുപടി നൽകും. നേരത്തെ കൊടുത്തിട്ടുള്ള പരാതികളാണ് ഇന്ന് പരിഗണിക്കുക. ആദ്യമായി 10 റേഷൻ കാർഡുകൾ ഇന്ന് കൊടുത്തുകൊണ്ടായിരിക്കും മീനച്ചിൽ താലൂക്കിലെ പരാതികൾക്ക് പരിഹാരത്തിന് തുടക്കം കുറിക്കുക. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. കോട്ടയം, വൈക്കം താലൂക്ക് അദാലത്തുകളിൽ നിരവധി പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 2023 ഇതുപോലെ തന്നെ നമുക്ക് അദാലത്ത് നടത്താനായിട്ട് സാധിച്ചു. അതിനുശേഷം ഷോർട്ട് ഡേയ്സ് വീണ്ടും ഇഷ്ടമായി ആ അദാലത്തിൽ പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിലും കുറച്ചുകൂടി ജനങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാകത്തക്ക വിധത്തിൽ പരിഹരിക്കാൻ സാധിക്കാത്ത പൊതുവിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ടിട്ടുള്ള റീജിയണലായിട്ടുള്ള മീറ്റിംഗുകൾ ഉന്നത തലത്തിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ എം.എൽ.എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ വി. സാമുവൽ, പാലാ നഗരസഭാ ചെയർമാൻ ഷാജി വി. തുരുത്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി, രാജേഷ് വാലുപകൽ, നഗരസഭാംഗം ബിജി ജോജോ കുടക്കിച്ചിറ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി. ആനന്ദ്, ആർ.ഡി.ഒ. കെ.പി. ദീപ, തഹസിൽദാർ ലിറ്റിമോൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. തൃക്കാർത്തിക നിറവിൽ കോട്ടയം കുമാരനെല്ലൂർ ദേവീക്ഷേത്രം. വെള്ളിയാഴ്ച പുലർച്ചെ 2:30 ആരംഭിച്ച തൃക്കാർത്തിക ദർശനത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവം സമാപിക്കും. കോട്ടയം കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദർശനം ഭക്തസഹസ്രങ്ങൾക്ക് സായുജ്യമായി. പുലർച്ചെ 2:30 കാർത്തിക ദർശനം ആരംഭിച്ചതു മുതൽ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു തൃക്കാർത്തിക ദർശനം. വ്യാഴാഴ്ച രാത്രിയിൽ ആരംഭിച്ച മഴ വെള്ളിയാഴ്ച രാവിലെയും തുടർന്നെങ്കിലും ഭക്തരുടെ പ്രവാഹത്തിന് കുറവുണ്ടായിട്ടില്ല. രാവിലെ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിച്ചതു മുതൽ തിരിച്ചെഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തുന്നത് വരെയുള്ള ഇടവേള ഒഴികെ കാർത്തിക ദർശനത്തിന് ഭക്തരുടെ ഇടമുറിയാത്ത പ്രവാഹമായിരുന്നു. കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും അവതരിപ്പിച്ച മാനസ ജപലഹരി ഭക്തരുടെ കാതുകളിൽ തേന്മഴയായി. ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കാർത്തിക പൊങ്കാല നടന്നു. കനത്ത മഴയെ അവഗണിച്ചും നൂറുകണക്കിന് സ്ത്രീകളാണ് ദേവിക്ക് പൊങ്കാലയിട്ടത്. തൃക്കാർത്തിക നാളിൽ പാല ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ കാർത്തിക പൊങ്കാലയിടാനെത്തി. ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചെങ്കിലും പൊങ്കാലവ്രതം നോറ്റവർക്ക് ഇതൊന്നും തടസ്സമായില്ല. രാവിലെ 8:30 മേൽശാന്തി വടക്കേലിലം നാരായണൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ അഗ്നി എഴുന്നള്ളത്തായി കൊണ്ടുവന്ന് പണ്ടാരടുപ്പിലേക്ക് പകർന്നു.
വൈക്കിരവിയുടെ ഭക്തർ പണ്ടാരിയടുപ്പിൽ അഗ്നി പകരുന്നത് ദർശിച്ചു. തുടർന്ന് ഓരോ അടുപ്പിലേക്കും പണ്ടാരിയടുപ്പിൽ നിന്നുള്ള അഗ്നി പകർന്നു. തുടർമഴയായിരുന്നതിനാൽ ക്ഷേത്ര മൈതാനത്തു നിന്നും മാറ്റി വലിയ സ്റ്റേജിലും പഴയ ഓഡിറ്റോറിയത്തിലും വരാന്തയിലുമായിട്ടാണ് അടുപ്പുകൾ തയ്യാറാക്കിയിരുന്നത്. 10 മണിയോടെ പൊങ്കാല സമർപ്പണം നടന്നു. തുടർന്ന് വിശേഷാൽ ദീപാരാധനയും പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. വൈകിട്ട് നാരങ്ങാവിളക്ക് ഘോഷയാത്രയും ഭജനയും വിശേഷാൽ ദീപാരാധനയും ദീപക്കാഴ്ചയും നടന്നു. പരിപാടികൾക്ക് ദേവസ്വം ഭാരവാഹികളായ TN സുകുമാരൻ നായർ, ചന്ദ്രശേഖരൻ നായർ, വിജയകുമാർ, TS ശിവദാസ്, പ്രസന്നകുമാർ, ഗോപകുമാർ, തങ്കപ്പൻ കൊടുങ്കയം, PS ശശിധരൻ, ജയചന്ദ്രൻ നായർ, ത്രിവിക്രമൻ നായർ, ബാബു പുന്നത്താനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം നഗരത്തിൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകൾ നഗരസഭ നീക്കം ചെയ്തു. ഫ്ലെക്സ് ബോർഡുകളും കമ്പനി പരസ്യ ബോർഡുകളുമാണ് നീക്കിയത്. കോട്ടയം നഗരത്തിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. പൊതുസ്ഥലങ്ങളിലും പാതയോരങ്ങളിലും കാഴ്ച മറയ്ക്കുന്ന രീതിയിലും അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അനുമതിയില്ലാതെ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും പരസ്യ ബോർഡുകളുമാണ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തത്. ആദ്യപടിയായി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. നോട്ടീസ് ലഭിച്ചിട്ടും ബോർഡുകൾ നീക്കാൻ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ ബോർഡുകൾ നീക്കിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ നേട്ടങ്ങളെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുൻ MP ഡോക്ടർ PK ബിജു. വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ MG സർവകലാശാല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PK ബിജു. വിദ്യാഭ്യാസ മേഖലയിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സംഗമം. കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ തകർക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് മുൻ MP ഡോക്ടർ PK ബിജു പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്ന കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണറെ ഉപയോഗിച്ച് ഭരണസ്തംഭനം സൃഷ്ടിച്ചും വൈസ് ചാൻസലർ നിയമനങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തിയും ഈ രംഗത്തെ സംസ്ഥാനത്തിന്റെ മുന്നേറ്റത്തെ ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനെതിരെ വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ MG സർവകലാശാല കവാടത്തിന് മുന്നിൽ നടന്ന സർവകലാശാല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ PK ബിജു. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റില്ലേ, ആ ഗവൺമെന്റ് നിയമം നിർമ്മിക്കാനുള്ള അവകാശത്തെ ഹനിക്കാൻ ഒരു ഗവർണർക്ക് അവകാശമില്ല. സർവകലാശാല സംവിധാനത്തെ കടന്നാക്രമിക്കാൻ, കേരളത്തിലെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ, കേരളത്തിലെ സർവകലാശാല ക്യാമ്പസുകളുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും തകർക്കാൻ, കേരളത്തിലെ ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം ഈ കേരളത്തിലെ ക്യാമ്പസുകളിലും തെരുവുകളിലും ഇരമ്പാൻ പോകുന്ന ഒരു തുടക്കമാണ് ഇന്ന് കേരളത്തിലെ സർവകലാശാല നടക്കുന്ന സർവകലാശാല സംരക്ഷണ സംഘം എന്ന് പറയുന്നത്. AKPCTA ജില്ലാ സെക്രട്ടറി ഡോക്ടർ വിനു TP അധ്യക്ഷനായി. CATU ദേശീയ നിർവാഹക സമിതി അംഗം AV റസൽ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, NJ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സീമ S നായർ, AKGCT സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ സന്തോഷ് T വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. AITUC നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി തൊഴിലാളി പ്രക്ഷോഭ ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തി. ജാഥയ്ക്ക് പൊൻകുന്നം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങളുമായി AITUC നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ നയിക്കുന്ന തൊഴിലാളി പ്രക്ഷോഭ ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തി. ഇടതുപക്ഷ നയങ്ങളിൽ വ്യതിയാനം വരുത്തിയാൽ അത് തൊഴിലാളി വിരുദ്ധതയാകുമെന്ന് പൊൻകുന്നത്ത് നടന്ന സ്വീകരണത്തിൽ ജാഥ ക്യാപ്റ്റൻ KP രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. തൊഴിൽ നീതിയും സാമൂഹ്യനീതി ഉറപ്പാക്കണം, മാന്യമായ തൊഴിലും വേതനവും ഉറപ്പാക്കണമെന്നും KP രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ ഏക ഗവൺമെന്റ് കേരളത്തിൽ, അത് തന്നെയാണ് AITUC പറയുന്നത്, തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് സഹായിച്ച് സംരക്ഷിക്കുന്ന, അവർക്ക് 700 രൂപ കൂലി കൊടുക്കണം എന്ന് തീരുമാനിച്ച് നടപ്പിലാക്കുന്ന ഒരേ ഒരു ഗവൺമെന്റ് അത് LDF സർക്കാരാണ്. LDF സർക്കാർ നിലനിൽക്കണം. LDF സർക്കാരിന്റെ ബഹുജന പിന്തുണ വർദ്ധിക്കണം. വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026 മൂന്നാം ഊഴം അല്ലെങ്കിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം. അപ്പൊ അത് ഞങ്ങൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കഴിക്കുകയാണ്, ചില കാര്യങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, ചില കാര്യങ്ങൾ, ചില വിമർശനങ്ങൾ, ഞങ്ങൾക്കുള്ള ചില വിമർശനങ്ങൾ. അതാണ് മുരളി പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ചില നയവ്യതിയാനം വരുമ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ്.
യോഗത്തിൽ ടി.കെ. ശിവൻ അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ സി.പി. മുരളി, ഡയറക്ടർ ആർ. സജിലാൽ, ജാഥാംഗങ്ങളായ അഡ്വക്കേറ്റ് വി.ബി. ബിനു, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, പി.വി. സത്യനേശൻ, അഡ്വക്കേറ്റ് ജി. ലാലു, എ.ഐ.ടി.യു.സി ജില്ലാ പ്രസിഡന്റ് ഒ.പി.എ. സലാം, ജില്ലാ സെക്രട്ടറി വി.കെ. സന്തോഷ് കുമാർ, സി.പി.ഐ മണ്ഡല സെക്രട്ടറി അഡ്വക്കേറ്റ് എം.എം. ഷാജി, നേതാക്കളായ മോഹൻ ജതാംകുളം, സി.ജി. ജ്യോതിരാജ്, ഹേമലത പ്രേംസാഗർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സൃഷ്ടി 3 എന്ന പേരിൽ പള്ളത്ത് വിദ്യാർത്ഥികൾ ഒരുക്കിയ എക്സിബിഷൻ ഏറെ ശ്രദ്ധ നേടി. കുട്ടികളുടെ കരവിരുതിൽ നിർമ്മിച്ച വർക്കിംഗ് മോഡലുകൾ കൗതുകമായി. പള്ളം ബിഷപ്പ് സ്പീച്ചിലെ വിദ്യാപീഠിൽ സൃഷ്ടി 3 എന്ന പേരിൽ കുട്ടികൾ ഒരുക്കിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ ഏറെ കൗതുകമായി. സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ മോഡലുകൾ, വർക്കിംഗ് മോഡലുകൾ, ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വെജിറ്റബിൾ കാർവിംഗ് ഇവയെല്ലാം ശ്രദ്ധ നേടി. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് സാങ്കേതിക വിദ്യകൾ എക്സിബിഷന്റെ പ്രത്യേകതകളായിരുന്നു. ഇതിലൂടെ കുട്ടികൾ നേരിട്ട് കണ്ടും കേട്ടും ആസ്വദിച്ചും പഠിക്കുന്ന പഠന പ്രക്രിയയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പുതുതലമുറയെ പഴയ സാധനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി പഴയ സാധനങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ക്രിസ്തുമസിന് ആവശ്യമായ അലങ്കാര വസ്തുക്കളും കുട്ടികൾ തന്നെയാണ് നിർമ്മിച്ചത്. കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിന് ഇത്തരം പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടുമെന്ന് പ്രിൻസിപ്പൽ ബെൻസി കെ. തോമസ് പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാക്കിയതായ വിവിധ തരത്തിലുള്ളതായ മോഡലുകൾ, വർക്കിംഗ് മോഡലുകൾ, സ്റ്റിൽ മോഡൽസ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, ആൻറ്റിക് ഐറ്റംസ് എല്ലാം ഈ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നൂതന സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നതായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേകതയാണ്. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ റോബോട്ടിക്സ് ഒരു പഠന വിഷയമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്നു. ഹോം സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിൽ വെജിറ്റബിൾ കാർവിങ്സ് അതുപോലെയുള്ളതായ മറ്റ് പ്രോഗ്രാമുകളൊക്കെ ഈ സ്കൂളിൽ നടത്തപ്പെടും. ഇതിലെല്ലാം പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൂർണ്ണ സഹകരണം ലഭ്യമാകുന്നുണ്ട്. കുട്ടികളുടെ പൂർണ്ണ സഹകരണത്തോടൊപ്പം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയാണ് ഇത്രയും വിപുലമായ രീതിയിൽ സൃഷ്ടി 3 സംഘടിപ്പിക്കാൻ സഹായിച്ചതെന്ന് അധ്യാപിക അശ്വതി ആൻഡ്രൂസ് പറഞ്ഞു. കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ ഒന്ന് തട്ടി ഉണർത്തി അവരെ കഴിയാവുന്ന വിധം അവര് കുറെ സാധനങ്ങൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാധനങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൂടാതെ വർക്കിംഗ് മോഡൽസ് ഉണ്ട്, സ്റ്റിൽ മോഡൽസ് ഉണ്ട്, ചാർട്ട് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആന്റിക്സ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഴമ എന്താണെന്ന് അറിയില്ല. അപ്പം പുതുതലമുറയെ പഴയ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഓരോന്നും ഇവിടെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റോബോട്ടിക് വിഭാഗം, ഞങ്ങൾക്ക് ഈ വർഷം റോബോട്ടിക്സിന്റെ ഒരു ക്ലാസ് തന്നെ സബ്ജക്ട് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഹോം സയൻസ് ക്ലാസ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന കുട്ടികൾ ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ബീഡ്സ് മേടിച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ സ്റ്റാർസ്, ക്രിസ്മസിന് ആവശ്യമായിട്ടുള്ള ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനായി ഞങ്ങളുടെ പ്രിൻസിപ്പൽ ബെൻസി സാറിന്റെയും വൈസ് പ്രിൻസിപ്പൽ ശോഭ മാം, ബസ ലാൽജി അച്ഛൻ, കൂടാതെ ഞങ്ങളുടെ കുട്ടികളുടെ പേരൻസ്, അവരുടെ എല്ലാം ഭയങ്കരമായ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ട്. വളരെ മനോഹരമായി ഇത്രയും കാര്യങ്ങൾ സജ്ജീകരിക്കുവാൻ ഞങ്ങളെ സാധിച്ചത് ഞങ്ങളുടെ കൂട്ടായ ഒരു പ്രവർത്തനമാണ്. വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ച എക്സിബിഷൻ വെള്ളിയാഴ്ച സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോമിക്സിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ അവതരിപ്പിച്ച് ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബോർഡ് സ്റ്റോറിയുടെ മൈഥി എന്ന പുതിയ സംരംഭം കോട്ടയം വിൻസർ കാസിലിൽ മൈഥിയുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് നടന്നു. പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, നാടോടി കഥകൾ, ത്രില്ലർ, ഫാന്റസി തുടങ്ങി വിവിധ വിഭാഗങ്ങൾ ചിത്രകഥകൾ ഒരുക്കുകയാണ് മൈഥി ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. മൊബൈൽ ഫോണിന്റെ മായിക ലോകത്തു നിന്നും കുട്ടികളെ പുസ്തകങ്ങളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബോർഡ് സ്റ്റോറി എന്ന കമ്പനി മൈഥി എന്ന പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, നാടോടി കഥകൾ, ത്രില്ലർ, ഫാന്റസി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ ചിത്രകഥകൾ ഒരുക്കുകയാണ് മൈഥി ആദ്യഘട്ടത്തിൽ. ആദ്യം മലയാളത്തിലും പിന്നീട് ഇംഗ്ലീഷിലും മറ്റ് ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. എല്ലാ പ്രായത്തിലുമുള്ള വായനക്കാരെയും ആകർഷിക്കത്തക്ക കഥകളാണ്
സൗകര്യമാണ് മൈത്തി ഒരുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ലോഞ്ച് ചെയ്യുന്നത് 20 ബുക്സാണ്. ഈ 20 ബുക്സിൽ 15ഓളം ബുക്സുകൾ നമ്മൾ ഇന്ത്യൻ മിത്തോളജിയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിലെ പഴയ ഫോക്ലോർ സ്റ്റോറീസുകളൊക്കെയാണ് നമ്മൾ തുടക്കത്തിൽ ലോഞ്ച് ചെയ്യുന്ന ബുക്സുകൾ. അതുകൂടാതെ തന്നെ കണ്ടംപററി സ്റ്റോറീസുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ NIDയിലെ സ്റ്റുഡൻസുമായിട്ടൊക്കെ ചേർന്നിട്ട് നമ്മൾ പുതിയ തരത്തിലുള്ള പുതിയ സ്റ്റൈൽ ഓഫ് ആർട്ടുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന 20 ബുക്കുകളിൽ ഇന്ത്യൻ മിത്തോളജി മെയിനായിട്ടുണ്ടാവും. അതുപോലെ തന്നെ കേരളത്തിലെ പഴയകാല സ്റ്റോറീസുകൾ, പിന്നെ ഹൊറർ സ്റ്റോറീസുകൾ, കടമറ്റത്ത് കത്തനാർ പോലുള്ള അത്തരം സീരീസിലൊക്കെ ഉണ്ടാകുന്ന കഥകളും ഒരുപാട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കേരളീയ പൈതൃകത്തിൽ വേരൂന്നിയവരാണ് മൈത്തിയുടെ പിന്നണി പ്രവർത്തകർ. ഭാഷാ സാഹിത്യത്തിന്റെയും കഥ പറച്ചിലൂടെയും വായനയുടെ പ്രാധാന്യം പുനർജീവിപ്പിക്കുക, അതിനായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആകർഷകമായ കഥകൾ പുസ്തക രൂപത്തിലും ഭാവിയിൽ നവസാങ്കേതിക വിദ്യയായ വെബ്യൂൺസ്, ഗ്രാഫിക് നോവൽ തുടങ്ങിയവയിലും അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. ഈ 20 ബുക്ക് നമ്മൾ ബുക്ക് ഫോർമാറ്റിലായിരിക്കും ആദ്യം ലോഞ്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ 20 ബുക്കിനെ വെബ് ടൂൺസിൻ്റെ ഫോർമാറ്റിലേക്ക്, അതായത് സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് ഡിജിറ്റലായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഡിജിറ്റൽ കോമിക്സിൻ്റെ ഏറ്റവും പുതിയ വെർഷനായിട്ടുള്ള ആനിമേറ്റഡ്, അതായത് നമ്മൾ ഈ കാണുന്ന സ്പീച്ച് ബലൂണെല്ലാം വോയിസ് ഓവറായിട്ട് കൺവേർട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ സഹായത്തോടു കൂടി നമ്മളതിനെ ഒരു പുതിയ രീതിയിലുള്ള ആനിമേറ്റഡ് ചിത്രകഥ എന്നുള്ളൊരു ഫോർമാറ്റിലേക്കും കൂടെ നമ്മളിതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ താമസിയാതെ തന്നെ നമ്മളിതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷൻ, അതായത് നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർമാറ്റിലേക്ക് ഈ മൈത്തിയെ കൊണ്ടുവരാനുള്ള പ്ലാനാണ് ഉള്ളത്. പുതുക്കിയതുൾപ്പെടെയുള്ള ആദ്യത്തെ 10 പുസ്തകങ്ങൾ 2025 ജനുവരി 18 തുടങ്ങുന്ന ബാംഗ്ലൂർ കോമിക് കോണിൽ പ്രകാശിപ്പിക്കും. ഫെബ്രുവരി ആദ്യവാരം കൊച്ചിയിൽ നടക്കുന്ന ദ ലിറ്റിൽ ബിഗ് ഫെസ്റ്റിവലിലും ഫെബ്രുവരി 2ാം വാരം നടക്കുന്ന ചെന്നൈ കോമിക് കോണിലും വെച്ച് നടത്തുന്ന പുസ്തക പ്രകാശനങ്ങളും നടക്കും. ഒരു വർഷം 50ഓളം മികച്ച പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വെബ്യൂൺസ്, ഗ്രാഫിക് നോവൽ തുടങ്ങിയ നവമാധ്യമ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഉയർന്ന നിലവാരം പുലർത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ക്രിയേറ്റീവ് സ്റ്റുഡിയോ ആയി മാറുക എന്നതും, കൂടാതെ കോമിക് പുസ്തകങ്ങൾ, ഓഡിയോ ബുക്കുകൾ, വെബ്ട്യൂണുകൾ എന്നിവയ്ക്കായുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കുക എന്നതെല്ലാമാണ് ഭാവിയിൽ വിഭാവനം ചെയ്യുന്നത്. കോട്ടയം വിൻസർ കാസിലിൽ നടന്ന ചടങ്ങിൽ മൈത്തിയുടെ ഔദ്യോഗിക ലോഞ്ചിങ് നടന്നു. ബോർഡ് സ്റ്റോറി CEO സാബു സരസൻ, കണ്ടന്റ് ഡയറക്ടർ റോസ് മരിയ, ആർട്ട് ഡയറക്ടർ സാജൻ തോമസ്, അസിസ്റ്റന്റ് കണ്ടന്റ് ഡയറക്ടർ ആൻ മരിയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള കലാമണ്ഡലം വൈസ് പ്രിൻസിപ്പലും കഥകളി രംഗത്തെ അതുല്യ പ്രതിഭയുമായിരുന്ന പള്ളം മാധവനെ അനുസ്മരിക്കുന്നു. ഈ മാസം 15-ന് വൈകുന്നേരം പള്ളം SNDP ഹാളിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ കഥകളി സംഗീത പ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം ബാബു നമ്പൂതിരിയും കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പള്ളം ചന്ദ്രനും ഏറ്റുവാങ്ങുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം പള്ളം മാധവൻ ആശാനെ ഒരു പ്രതീകമാക്കിക്കൊണ്ട് കഴിഞ്ഞ കാലത്തെയും ഭാവിയെയും കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തിലാണ് ഇത്തവണ ഈ പരിപാടിക്ക് ഇങ്ങനെ രൂപം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ കഥകളി രംഗത്ത് പലതരത്തിലുള്ള സംഭാവന അറിയാം. പള്ളം ചന്ദ്രചേട്ടൻ എന്ന് പറഞ്ഞ NKK നായർ അവാർഡ് കലാമണ്ഡലത്തിന്റെ ലഭിച്ച കഥകളിയെ കുറിച്ച് ആധികാരികമായിട്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള, കഥകളിക്ക് ഒരുപാട് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള പള്ളം ചന്ദ്രചേട്ടനെ ആദരിക്കുന്നു. അറിയിപ്പ്. പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ലിം ഫിറ്റിംഗ് സെന്ററിലേക്ക് പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഡിസംബർ 17 രാവിലെ 11 മണിക്ക് ആശുപത്രി ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക് ടെക്നോളജിയിൽ RCA രജിസ്ട്രേഷനോടുകൂടിയ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ പകർപ്പ്, അപേക്ഷ എന്നിവ സഹിതം ഹാജരാകണം. വിവരങ്ങൾക്ക് ഫോൺ 048222155154. കാഞ്ഞിരപ്പള്ളി പൊതുമരാമത്ത് കെട്ടിടം ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ഔദ്യോഗിക ആവശ്യത്തിനായി വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ ഡിസംബർ 26 വരെ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 8086395152.
ചങ്ങനാശ്ശേരി നഗരസഭയിലെ വാർഡ് വിഭജനവും പുനർനിർണയവും സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുന്നതിനായി പരിശോധനാ ഉദ്യോഗസ്ഥനായ സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് കോട്ടയം ഡെപ്യൂട്ടി ഡയറക്ടർ ഡിസംബർ 16 രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ചങ്ങനാശ്ശേരി നഗരസഭ കോൺഫറൻസ് ഹാളിൽ വെച്ച് പരാതികൾ കേൾക്കും. വിവരങ്ങൾക്ക് ഫോൺ 9747930065. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാവരുടെയും പരാതികളിൽ തീരുമാനമുണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി VN വാസവൻ. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും അദാലത്ത് കോട്ടയം ജില്ലയിൽ തുടരുന്നു. തൃക്കാർത്തിക പ്രഭയിൽ കുമാരനെല്ലൂർ ദേവീക്ഷേത്രം. തൃക്കാർത്തിക തൊഴുത് ആയിരങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിലെ നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന മുൻ MP ഡോക്ടർ PK ബിജു. MG സർവകലാശാല സംരക്ഷണ സംഗമം കോട്ടയത്ത്. വിവിധ ആവശ്യങ്ങളുമായി AITUCയുടെ തൊഴിലാളി പ്രക്ഷോഭ ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തി. ഇടതുപക്ഷ നയവ്യതിയാനം തൊഴിലാളി വിരുദ്ധമെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.